എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഒരു കൊച്ചു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്ത കാരുണ്യം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണേ. മക്ക നഗരം വിജനമാണ്. മനസ്സിനെ കുളിരാനിക്കുന്ന കാലൊച്ച ഓരോ മണൽത്തടിയും കൊതിച്ചു പോകുന്നു. ആ ഒരു പാദസ്പർശം എന്നിലായിരുന്നുവെങ്കിലെന്ന്. ആ കാലൊച്ച മറ്റാരുടേതുമല്ല, ലോകാനുഗ്രഹീതൻ തിരുനബിയുടേതായിരുന്നു. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുകയാണ് തിരുമേനി. അല്പം കാടുകുന്നിറന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ഏങ്ങിക്കരച്ചലിന്റെ ശബ്ദം. നബി തങ്ങൾ ചുറ്റും നോക്കി. അപ്പോഴാ ഒരു മലമേടൻ കിടന്നുറങ്ങുന്നു. തൻ്റെ അരികിൽ വലയിലകപ്പെട്ട ഒരു മാൻപേട. ആ മാൻപേട തങ്ങളെ കണ്ടതോടെ കരച്ചലിന്റെ ശബ്ദം കൂട്ടാൻ തുടങ്ങി. കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് മാൻ നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ പ്രസവിച്ച് 3 ദിവസമേ ആയിട്ടുള്ളൂ. മക്കൾക്ക് ഭക്ഷണം തേടി വന്നതാണ്. നബി തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയാലും. ഉടനെ തന്നെ നബി തങ്ങൾ മലമേടനോടും പറഞ്ഞു, ഈ മാനിനെ അയച്ചു വിടൂ, അത് അതിൻ്റെ കുട്ടികൾക്ക് പാലൂട്ട് തിരിച്ചു വരും. മലമേടൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഹാ ഹാ ഹാ, ഈ മാൻ തിരിച്ചു വരുമെന്നോ? എന്ത് വിഡിത്തമാണ് നിങ്ങൾ പറയുന്നത്? മലമേടൻ ഒന്നാലോചിച്ചതിന് ശേഷം വീണ്ടും ചോദിച്ചു, ശരി, അതിന് നിങ്ങൾ ജാമ്യം നിൽക്കുമോ? നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം. ഉടനെ തന്നെ മലമേടൻ ചോദിച്ചു, ഈ മാൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഇതിനു പകരമായി നിന്നെ ഞാൻ അറുത്തു കളയും. നബി തങ്ങൾ പറഞ്ഞു, താങ്കൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉടനെ തന്നെ ആ മലമേടൻ ആ മാനിയെ അയച്ചു വിട്ടു. മാൻ ഓടി മറഞ്ഞു. പറഞ്ഞ സമയം കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി. മലമേടന്റെ കടാര പുനാര നബി തങ്ങളുടെ കഴുത്തിലേക്ക് നീങ്ങുന്നു. അപ്പോഴാ പൊടിപടലങ്ങൾ പടർത്തി ആ മാൻ എത്തിക്കഴിഞ്ഞു. മലമേടൻ അമ്പരന്നുപോയി. ഇതെന്തൊരത്ഭുതമാണ്! ഉടനെ തന്നെ അവൻ നബി തങ്ങളോട് ചോദിച്ചു, താങ്കൾ ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ഞാനാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ അവൻ ഇസ്ലാം മതം സ്വീകരിക്കുകയും ആ മാനിനെ അയച്ചു വിടുകയും ചെയ്തു. എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇറ്റും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു കഥ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.